aromamari.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജീൻ ടെറൻസ് ജോർജ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബീഹാർ പാട്നയിൽ തൻ്റെ മിഷണറി ദൗത്യത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ, ഓർമ്മകൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഈ ടെസ്റ്റ് മണി, ഈ ചിന്തകൾ പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ പ്രത്യേക ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾ സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജീൻ ടെറൻസ് ജോർജ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് സർവശക്തനായ ദൈവത്തിന് എല്ലാവിധ നന്ദിയും ഞാൻ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സാക്ഷ്യം പറയുവാൻ ലഭിച്ച ഈ അവസരത്തിന് വഴിയൊരുക്കി തന്ന ഡാനിയൽ ജോൺ അവറുകൾക്കും മറ്റ് അരോമ ടി വിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ വിനീതമായ വന്ദനം ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ജീൻ ടെറൻസ് ജോർജ് എന്നാണ്. ഞാൻ ബീഹാറിലെ പട്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഷണറിയായി പ്രവർത്തിക്കുന്നു. ഞാൻ അതിനോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. വിവിധമായ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. പട്നയിലുള്ള പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സഭയുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ കഴിഞ്ഞ 19 വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വൈഫ് സൗമ്യ, മോൾ ദയ, ഞങ്ങൾ 3 പേര് ഒരുമിച്ച് കഴിഞ്ഞ വർഷങ്ങളായി പട്നയിൽ പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു. ഈ ഒരു അവസരം ലഭിച്ചതിന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പെന്തക്കോസ്ത് ഫാമിലിയിലാണ്, ഒരു കുടുംബത്തിലാണ്. എൻ്റെ വല്യമ്മച്ചി ആണ് ആദ്യമായി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. വല്യമ്മച്ചി യാക്കോബ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് കാര്യമായ ശാരീരികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഈ ബുദ്ധിമുട്ടുകളുടെ സമയങ്ങൾ എങ്ങനെ വിടുതൽ ലഭിക്കും എന്നൊക്കെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ വിലപിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് CPM ചർച്ചിൻ്റെ, ഇന്ന് TPM എന്നാണ് അറിയപ്പെടുന്നത്, CPM ചർച്ചിൻ്റെ പ്രവർത്തകർ വീട്ടിൽ വരികയും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും അങ്ങനെ അമ്മച്ചിക്കുണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ടിൽ നിന്ന് ദൈവം ഒരു പരിപൂർണമായ സൗഖ്യം നൽകുകയും ചെയ്തത്. ആ ഒരു സൗഖ്യം അമ്മച്ചിയുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി പൂർണ്ണമായി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും വിശ്വാസ സ്നാനം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനും ഇടയായി തീർന്നത്. അതിന് ശേഷം എൻ്റെ പിതാവും കുടുംബമായി കർത്താവിനെ അറിഞ്ഞു. പിന്നീട് പിതാവ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പാമ്പാടിയിൽ, ഞാൻ കോട്ടയം പാമ്പാടി സ്വദേശിയാണ്, പാമ്പാടിയിൽ
ഉള്ള സഭയിലെ അംഗമായി അദ്ദേഹം തുടരുന്നു. അപ്പോൾ ആ സഭയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ചെറുപ്പകാലം ആരംഭിക്കുന്നത്. ഞാൻ ആ സഭയുടെ ഒരു ഭാഗമായി തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ആ സഭയുടെ ഒരു ഭാഗമാകുവാൻ ദൈവം സഹായിച്ചു. ചെറുപ്പകാലങ്ങളിൽ സഭയുടെ വിവിധമായ കാര്യങ്ങൾ പങ്കാളികളാകുവാനും അവിടെ വന്ന പാസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഞങ്ങൾ കുട്ടികളായിരുന്നു. എനിക്ക് 2 സഹോദരന്മാരാണുള്ളത്. ഞങ്ങൾ 3 പേരെയും വളരെ നന്നായി കെയർ ചെയ്യുകയും ഞങ്ങളെ വഴി നടത്തുകയും ആത്മീയമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ട മാർഗങ്ങളൊക്കെയും പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആത്മീയമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയങ്ങളിലും ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിൽ പോലും കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. ഒരു മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പല കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് എൻ്റെ ജീവിതം എത്രത്തോളം കടന്നു വന്നിരുന്നു എന്ന് എനിക്കറിയില്ല. അതിനുശേഷം എന്നെ സ്കൂൾ പഠനത്തിനായി കോട്ടയം മാർത്തോമാ സെമിനാരിയിൽ കൊണ്ട് ചേർക്കുവാൻ ഇടയായി തീർന്നു. ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കൂളിൽ എല്ലാ ദിവസവും അവിടെ പ്രെയർ നടക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉള്ള ആ ഒരു സമയത്ത്, ടിഫിൻ ബ്രേക്കിന്റെ സമയത്ത് അവിടെ പ്രെയർ നടക്കുകയും ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ CF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അവിടെ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാനായി വന്ന ഒരു മിഷണറി അദ്ദേഹം ക്ലാസ് എടുക്കുവാനായി അവിടെ കടന്നു വന്നു. അന്ന് ഞങ്ങളുടെ അക്കാഡമിക് ഇയറിന്റെ അവസാന സെഷനായിരുന്നു, അവസാന ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത്. ആ ക്ലാസ് അവസാനിക്കുന്നതിന്റെ സമയമായപ്പോൾ അദ്ദേഹം എല്ലാവരോടുമായി ചോദിച്ചു, ഇന്ന് നമ്മുടെ അക്കാഡമിക് ഇയർ പൂർത്തിയാകുകയാണ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുവാനുണ്ട്, ഒരു കാര്യം ചോദിക്കുവാനുണ്ട്. നിങ്ങൾ എത്ര പേര് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ അന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. ഞാൻ ആത്മീയമായ പശ്ചാത്തലത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ആത്മീയമായ പല കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആണെങ്കിൽ പോലും കർത്താവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് എൻ്റെ ജീവിതം വന്നിരുന്നോ അല്ലെങ്കിൽ വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടാവുകയും അന്ന് ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി തീരുകയും ചെയ്തു. അന്ന് മറ്റ് ആരും അന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ തയ്യാറായില്ല. ഞാനൊരു വ്യക്തി, അത്രയും കുട്ടികളുടെ ഇടയിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. അധികം കുട്ടികളൊന്നുമില്ല, എങ്കിലും ഒരു 70-80 കുട്ടികൾക്കടുത്ത് അന്ന് ആ ഗ്രൂപ്പിൽ എല്ലാ ആഴ്ചയിലും നടക്കുന്ന ഗ്രൂപ്പിൽ വരുവാനിടയായി തീരും. അങ്ങനെ അവരുടെ ഇടയിലാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായി എനിക്ക് തോന്നി. കാരണം ഇത്രയും പേരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള യാതൊരു പ്രാഗൽഭ്യവും അല്ലെങ്കിൽ യാതൊരു ധൈര്യവും എനിക്കില്ലായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച സമാധാനവും സന്തോഷവും വളരെ വലുതായിരുന്നു. അതെൻ്റെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കുവാനിടയായി തീർന്നു. അന്നാണ് ഞാൻ എന്താണ് ക്രിസ്തീയ ജീവിതമെന്നും എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഇത് എന്നൊക്കെയും ചിന്തിക്കുവാൻ തുടങ്ങിയത് ആ ഒരു സമയത്തായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ SSLC ആ സ്കൂളിൽ നിന്ന് പൂർത്തിയായതിനു ശേഷം കോട്ടയം സീമസ് കോളേജിലാണ് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പഠിക്കുവാനായി കടന്നു വന്നത്. പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ICPF എന്ന് പറയുന്നൊരു പ്രസ്ഥാനവുമായി ICPFന്റെ പ്രയർ ഗ്രൂപ്പുകൾ ക്യാമ്പസിൽ സ്ഥിരമായി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആ പ്രയർ ഗ്രൂപ്പിൽ കടന്നു പോവുകയും അന്ന് ICPFുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കപ്പെടുകയും ICPFിലൂടെ നിരന്തരമായ ആത്മീയമായ അനുഭവങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങൾ ലഭിക്കാനിടയാവുകയും ചെയ്തു. ഞാൻ ആദ്യമായി ICPFന്റെ മീറ്റിങ്ങിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് നടക്കുന്ന ഒരു മുറിക്കകത്ത് ഒരു ബ്രദർ ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ജോയൽ എന്ന് പറയുന്ന സുഹൃത്ത്, ഞങ്ങൾ രണ്ടുപേരുമാണ് അന്ന് ആ റൂമിലേക്ക് കടന്നു ചെന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഇരുന്ന് പാട്ടുകൾ പാടുന്നു,
കുറേ വിദ്യാർത്ഥികളിരുന്ന് അവരുടെ കൂടെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ എനിക്കത് ഒരു പുതുമയായി തോന്നി. കാരണം ക്യാമ്പസിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് ആ ഗ്രൂപ്പിൽ ഞാൻ കടന്നു ചെല്ലുകയും ഞങ്ങൾ ആ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുകയും പിന്നീട് ICPF-ലൂടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം വഴിയൊരുക്കുകയും ചെയ്തു. അതിൻ്റെ ലീഡർഷിപ്പ് ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും കർത്താവിനെ കൂടുതലായി മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷൻ മുഖാന്തരമാണ്. തന്നെയുമല്ല, അതിനുശേഷം ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയായതിനു ശേഷം ഞാൻ മാന്നാനം KE കോളേജിലാണ് എൻ്റെ ഗ്രാജുവേഷൻ ചെയ്യുവാനായി കടന്നുപോയത്. സൈക്കോളജിയിലാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തത്. ആ കാലഘട്ടത്തിൽ അവിടെ പ്രയർ ഗ്രൂപ്പിനെ പറ്റിയ ഒരു അന്തരീക്ഷമല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തൊരു മുറി വാടകയ്ക്കെടുത്ത് പ്രയർ ഗ്രൂപ്പ് നടത്തുന്നതായിട്ട് വന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് റിജി എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കോളേജിന്റെ പുറത്ത് ഒരു പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ആ പ്രയർ ഗ്രൂപ്പിൽ നിരവധി വിദ്യാർത്ഥികൾ കടന്നു വരുവാനും നിരവധി പേര് കർത്താവിനെ അറിയുവാനും ഒക്കെ ഇടയായി തീർന്നു. അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വലിയ കാര്യം ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ കർത്താവിന് വേണ്ടി ആ ഒരു പ്രായത്തിൽ നിൽക്കുവാൻ ഒക്കെയും ദൈവം സഹായിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ വളരെ അനുഗ്രഹങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ വളരെ പ്രചോദനം നൽകുന്ന ഒരു സമയമായിരുന്നു. ഞാൻ അതിനുശേഷം എൻ്റെ ഗ്രാജുവേഷൻ പൂർത്തിയായി. 2001 ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുവാനിടയായി തീർന്നു. കോട്ടയത്തു നിന്ന് മാറി, അല്ലെങ്കിൽ ഒരു ആത്മീയമായ കേന്ദ്രമായ കോട്ടയത്തു നിന്ന് മാറി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ഒരു ആത്മീയ അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. സഭകൾ അധികമില്ലാത്ത, അല്ലെങ്കിൽ ആത്മീയ കൂട്ടായ്മകൾ അധികമില്ലാത്ത തരത്തിലുള്ള ആത്മീയമായ മുന്നേറ്റങ്ങൾ നടത്തുവാൻ വളരെ പരിമിതമായ സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ ചെന്ന് അവിടെയുള്ള IPC സഭയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറെ യുവാക്കൾ ഞങ്ങളവിടെ ഫെലോഷിപ്പിനായി കടന്നുപോയി. അതിനിടയ്ക്ക് ഞങ്ങൾ കോഴിക്കോട് ICPF-മായി ബന്ധപ്പെട്ടു. കോഴിക്കോട് ICPF അന്ന് വളരെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. കോഴിക്കോട് ICPF-മായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോഴിക്കോടിൻ്റെ പല പ്രവർത്തനങ്ങളും ഞങ്ങൾ ഭാഗവാക്കായെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങുക എന്നുള്ളൊരു ആഗ്രഹം അന്നും നിലനിന്നിരുന്നു. പക്ഷെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം ആണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം പൂർത്തിയാകുന്നതിന് മുമ്പാണ് അവിടെയുള്ള ഡോക്ടർ KT ജോസഫ് എന്ന് പറയുന്ന ദേവദാസന്റെ ഭവനത്തിൽ, അതിനോടടുത്തൊരു എഞ്ചിനീയറിംഗ് കോളേജും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറെ കുട്ടികളും അന്ന് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അന്നവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർ സന്തോഷ് P. മാത്യു സാറ് തുടങ്ങിയ വ്യക്തികളുടെയൊക്കെ സഹായത്തോടുകൂടി ഞങ്ങളത് അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുവാനിടയായി തീർന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി നടക്കുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് ആയിരുന്നു അത്. ആ പ്രയർ ഗ്രൂപ്പ് അന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വിവിധമായ പല വിദ്യാർത്ഥികൾ അവിടെ കടന്നു വരികയും എൻ്റെ ജൂനിയേഴ്സായിട്ട് വന്ന പല വിദ്യാർത്ഥികളും ആ പ്രയർ ഗ്രൂപ്പിൽ ഭാഗവാക്കാവുകയും അങ്ങനെ ആ ഒരു പ്രയർ ഗ്രൂപ്പ് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ 2003 ബീഹാർ അന്നത്തെ സ്റ്റാഫ് വർക്കർ ആയിരുന്ന ഷാജി മായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബീഹാർ ഒന്ന് വിസിറ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചത്. അന്ന് ബീഹാറിലേക്ക് ഞാനൊരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ കടന്നു വന്നു. ബീഹാർ വഴി കടന്നുപോയി. ഏകദേശം 1 മാസത്തോളം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം മടങ്ങിപ്പോയി. അന്നൊന്നും എൻ്റെ മനസ്സിൽ യാതൊരു ചിന്തകളും ഇല്ലായിരുന്നു ഞാൻ ബീഹാറിലേക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ മടങ്ങി വരുമെന്നോ അല്ലെങ്കിൽ തിരിച്ചു വരുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം എൻ്റെ പഠനം പൂർത്തിയായി. വീണ്ടും MPhilന് ഞാൻ അതേ യൂണിവേഴ്സിറ്റി തന്നെ ജോയിൻ ചെയ്തു. എൻ്റെ MPhil പഠനം പൂർത്തിയായതിനു ശേഷം യുണിസെഫിൻ്റെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടി എനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഞാൻ ഏകദേശം ചില മാസങ്ങൾ ഡൽഹിയിലും ഗുജറാത്തിലുമായി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തതിന് ശേഷമായി ഡൽഹിയിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിചാരിതമായി ഞാനൊരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാനിടയായി തീർന്നത്. ആ പ്രാർത്ഥനയിൽ അവിചാരിതമായി ഞാൻ കണ്ടെത്തിയ ഒരു ദൈവദാസൻ എന്നോട് പറയുകയുണ്ടായി, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സുവിശേഷ വേലയുമായി അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടിയാണ്. മറ്റ് ജോലി ഇതര കാര്യങ്ങളിലേക്ക് കൂടുതലായി ചിന്തിക്കാതെ കർത്താവിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുന്നത്, കർത്താവിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക.
എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എൻ്റെ മനസ്സിൽ അത് അല്പമല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നില്ല അത്. പൂർണ്ണസമയമായി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ആശാവഹമായ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചോദനം നൽകുന്ന ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ ദൈവം അതുവരെയും എന്നെ നടത്തിയത്. ഞാൻ അതൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുവാനിടയായി തീർന്നത്. അന്ന് ഞാൻ അവിടെ എത്തി. ആ, അദ്ദേഹത്തിന്റെ ആ ഭാഷ, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാനായി മാറ്റിവെച്ചു. ഉപവാസത്തിനായി ഞാൻ മാറ്റിവെച്ചു. ഞാൻ ഡൽഹിയിലുള്ള മൽക്കാഗജിലുള്ള ഒരു ഫിലിപ്പങ്ങളുണ്ട്. ഫിലിപ്പങ്ങളുടെ സഭയുടെ ചർച്ച് അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ചർച്ചിൽ ഞാൻ ചില ദിവസങ്ങൾ ഉപവാസത്തിലായിരുന്നു. എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, കർത്താവിന്റെ ഒരു ശബ്ദം കേൾക്കുക. ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ അത് ഓഡിബിൾ ആയിട്ടുള്ള ഒരു ശബ്ദമാകണോ നിർബന്ധമില്ല. മറിച്ച് ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ സംസാരിക്കുന്ന ഒരു ശബ്ദമായി ആ ഒരു ശബ്ദം കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കതൊരു കൺഫർമേഷനായി മാറുമല്ലോ എന്നുള്ള ചിന്തയിൽ ഞാൻ ചില ദിവസങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. ഏകദേശം 7 ദിവസം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ, 7 ദിവസം പൂർണ്ണമായ ഉപവാസത്തിലായിരുന്നു. 7 ദിവസം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായ രീതിയിൽ ദൈവത്തിന്റെ ആ ഒരു ശബ്ദം മനസ്സിലാക്കുകയും ഞാൻ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നേറണം, അല്ലെങ്കിൽ പ്രേക്ഷിതമായ പ്രവർത്തനത്തിലേക്ക് പോകണം എന്നുള്ള ഒരു നിയോഗം എനിക്ക് ലഭിക്കുകയും അങ്ങനെ ഞാൻ എനിക്ക് പരിചയമുള്ള, അന്ന് ഞാൻ പറഞ്ഞല്ലോ 2003 ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബീഹാറിൽ ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു എന്ന്. അങ്ങനെ ഞാൻ 2007 ഞാൻ ബീഹാറിലുള്ള ഇവിടെ പ്രവർത്തനം നടത്തുന്ന വ്യക്തികളെ ഞാൻ വിളിച്ചു. അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങനെ ഒരു നിയോഗം ലഭിക്കുന്നു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസപരമായി ഞാൻ വളരെ പഠിച്ചുവെങ്കിലും അങ്ങനെ ഒരു നിയോഗത്തിലേക്ക് എനിക്ക് പോകുവാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് എനിക്ക് ഇവിടെ വന്നാൽ ചെയ്യുവാൻ കഴിയുന്നത്? അവർ അവിടേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു. എന്ത് ചെയ്യണമെന്നൊന്നും അന്ന് പറഞ്ഞിരുന്നില്ല. അവിടേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഏകദേശം ഒരു മാസത്തോളം മോത്തിഹാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആയിത്തീർന്നു. അവിടെ ഉള്ള ഗ്രാമങ്ങളൊക്കെയും കാണുവാനും അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെയും മനസ്സിലാക്കുവാനും അവിടെയുള്ള ഗ്രാമങ്ങളിലൂടെയൊക്കെ നടക്കുവാനും എന്താണ് ഉത്തരേന്ത്യയെന്നും ഉത്തരേന്ത്യയുടെ സ്വഭാവങ്ങൾ എന്താണെന്നും ഉത്തരേന്ത്യ ജീവിതം എന്താണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞത് ആ ഒരു സമയത്തായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്ന് ഉത്തരേന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ തികച്ചും അസ്വാഭാവികമായ അല്ലെങ്കിൽ തികച്ചും വിചിത്രമായ കാര്യങ്ങളാണെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷേ നിരവധി വ്യക്തികൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അപ്പൊ അത്തരം ഗ്രാമങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം, വിവിധമായ കുഞ്ഞുങ്ങളെ കാണുവാൻ ഇടയായി തീർന്നു. അവര് പുല്ലരിയുന്നു, പശുക്കളെ മേയ്ക്കുന്നു, പല കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന ചോദ്യം, ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടോ? ഇവര് വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറുവാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അപ്പൊ ഈ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ സ്കൂളിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ സ്കൂളിലൊന്നും പോകുന്നില്ല, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. കാരണം വീട്ടിൽ നിരവധി പണിയുണ്ട്, വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ ഞങ്ങൾ പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, പക്ഷെ സ്കൂളിൽ ഞങ്ങൾ പോകാറില്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു ലിറ്ററസി പ്രോഗ്രാം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത കടന്നു വന്നത്. ഞാൻ വന്ന മിഷന്റെ ലീഡറുമായി അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ലിറ്ററസി പ്രോഗ്രാമുകൾ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ? ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹവും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഞാനും ഈ ഒരു കാര്യം അദ്ദേഹത്തോട് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം വളരെ അനുഭാവത്തോടു കൂടി തന്നെ എന്നെ പട്നയിലേക്ക് വിളിക്കുകയും, മിഷന്റെ അന്നത്തെ ഓഫീസ് പട്നയിലായിരുന്നു, പട്നയിലേക്ക് വിളിക്കുകയും അന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബീഹാറിന്റെ വിവിധ ഗ്രാമങ്ങളിൽ പോയി ലിറ്ററസി സെന്റേഴ്സ് ഞങ്ങൾ പള്ളിക്കൂടം എന്നുള്ളൊരു പേരിൽ, അല്ലെങ്കിൽ ചർച്ച് സ്കൂൾ എന്നൊരു പേര് അതിന് നൽകി. അങ്ങനെയാണ് ഞങ്ങൾ അതിന്റെ ഒരു പ്രവർത്തനത്തെ തുടങ്ങുവാൻ ഇടയായി തീർന്നത്. ബീഹാറിന്റെ ലങ്താൻപുരത്ത് സഞ്ചരിക്കുവാൻ അന്ന് സമയം ലഭിച്ചു. ഓരോ ഗ്രാമങ്ങളെ മനസ്സിലാക്കുവാനും ഓരോ ജില്ലകളെ മനസ്സിലാക്കുവാനും ഒക്കെ അന്ന് ഇടയായി. അങ്ങനെ ബീഹാറിലുടനീളം ഏകദേശം 100-ൽ പരം
സാക്ഷരതാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ലിറ്ററസി സെന്റേഴ്സ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. അത് കേവലം ഒരു സെന്റർ മാത്രമായിരുന്നില്ല, മറിച്ച് ആ സെന്ററിലേക്ക് പഠിപ്പിക്കുവാനായി വരുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ അതായത് ആ ടീച്ചർ എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ 10ാം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്റർ എന്ന് പറയും, +2 ഒക്കെ കഴിഞ്ഞ ഏതെങ്കിലും വിദ്യാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അല്പം കൂടെ പ്രായമുള്ള ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയായിരിക്കാം. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ ഞങ്ങൾ വീണ്ടും എക്വിപ്പ് ചെയ്യുവാനും അവർക്ക് എങ്ങനെയാണ് ശരിയായ വിദ്യാഭ്യാസം നൽകേണ്ടത്, എങ്ങനെയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കുവാനും ഒക്കെ ആ ഒരു കാലഘട്ടം ഇടയായി തീർന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 100-ൽ പരം ഇത്തരത്തിലുള്ള സെന്റേഴ്സ് സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എങ്ങനെയും സാക്ഷരത നൽകണം, അല്ലെങ്കിൽ എങ്ങനെയും എഴുത്തും വായനയും അല്ലെങ്കിൽ ലളിതമായ ഗണിതമൊക്കെയും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ കഴിയുന്നത്ര പ്രാപ്തിയുള്ളവരായി മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് വന്നത്. അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ 2 വർഷം ആ സ്കൂളിൽ പൂർത്തിയായി കഴിയുമ്പോൾ അവരെ സർക്കാരി സ്കൂളിലേക്ക് തന്നെ, അല്ലെങ്കിൽ അവർക്ക് പോകുവാൻ കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇവിടെയുള്ള സർക്കാരി സ്കൂളുകളാണ്. ഈ സ്കൂളിലേക്ക് പോകുവാനുള്ളൊരു പ്രോത്സാഹനം ഞങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരുന്നു. കാരണം കുട്ടികൾക്ക് പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കളോടൊക്കെയും സംസാരിച്ച് അത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനമൊക്കെ ഞങ്ങൾ നൽകുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ അത്തരത്തിൽ ബീഹാറിൽ ഉടനീളം സഞ്ചരിക്കുകയും ബീഹാറിലെ പല പ്രവർത്തനങ്ങൾ കാണുകയും ബീഹാറിലെ പല ഗ്രാമങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇവിടെയുള്ള സഭകളുടെ മൂല്യച്യുതികളെക്കുറിച്ചും ഇവിടെയുള്ള സഭകളുടെ അല്ലെങ്കിൽ മൂല്യമുള്ള സഭകൾ ഉണ്ടാവേണം എന്നുള്ള ചിന്തകളൊക്കെയും മനസ്സിലേക്ക് കടന്നു വന്നത്. 2010 ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ അല്പമായി വിട്ടുനിന്നുകൊണ്ട് സഭാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഭാഗവാക്കാകുവാൻ ഒരു കാൽവെപ്പ് എടുത്ത് വെക്കുകയുണ്ടായി. 2010 ഒരു സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ ഭാഗവാക്കാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയെങ്കിലും എൻ്റെ മനസ്സിൽ മുഴുവൻ അവിടെയുള്ള യുവജനങ്ങളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. യുവജനങ്ങൾ എങ്ങനെയും അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ അവർ മനസ്സിലാക്കണം. കാരണം യാതൊരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ഒരു പറ്റം യുവജനങ്ങളെയാണ് എനിക്ക് ആ സ്ഥലത്ത് കാണുവാൻ കഴിഞ്ഞത്. പട്നയിലാണ് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ആയിരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റുപാടുമുള്ള യുവജനങ്ങൾ അവർക്ക് യാതൊരു ലക്ഷ്യവുമില്ലാതെ, ജീവിതത്തിന് യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു എന്നുള്ളതിനപ്പുറമായി ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള തിരിച്ചറിവുകളൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയൊരു സമൂഹത്തെ എനിക്കവിടെ ഞാനവിടെ കാണുകയുണ്ടായി. അത് എൻ്റെ ജീവിതത്തിലുണ്ടായ നൽകിയ ഒരു ബേർഡൻ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പൊ അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും, യുവാക്കളെ സഭയിലേക്ക് ആകർഷിക്കുവാൻ അല്ലെങ്കിൽ യുവാക്കളെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരൻ പീറ്ററുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം ആരംഭിക്കുവാൻ ഇടയായി. ആ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ജീവിതത്തിന് ഉദ്ദേശമുണ്ടെന്നും ഒരു ദൈവമുണ്ടെന്നും ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നെന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെന്നും ദൈവമില്ലാത്ത ഒരു ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് നാശമാണെന്നും ഇത്തരത്തിലുള്ള ഞാൻ മനസ്സിലാക്കിയ, ഞാൻ ഗ്രഹിച്ച എൻ്റെ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ചലനം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. പലരും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് അവര് ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവം വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയാണെന്നും ദൈവം നമ്മുടെ പ്രതിദിന ചര്യകളിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും ദൈവം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും ഈ തരത്തിലുള്ള ജീവിതം നയിച്ചാൽ ലഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആദ്യമായിട്ടാണ് അവർ കേട്ടത്. ആ കേൾവി അവരുടെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനം വരുത്തുകയുണ്ടായി. പലരും അതിനുശേഷം എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ജീവിതം ലഭിക്കുവാൻ കഴിയുന്നത് എന്നുള്ള
ആഗ്രഹത്തോടു കൂടി സഭയിലേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെ കടന്നു വന്ന പലരും ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും ക്രിസ്തു അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത് ഒരു മതം സ്ഥാപിക്കുവാൻ അല്ല എന്നും, മറിച്ച് അവരുടെ ജീവിതത്തെ രക്ഷിക്കുവാനാണെന്നും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുവാനാണെന്നും ഉള്ള തിരിച്ചറിവുകൾ അവർക്ക് ഉണ്ടായി. ആ കുഞ്ഞുങ്ങൾ ഇന്ന് പലരും, അങ്ങനെ വന്ന പല കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസപരമായി പുറകോട്ട് നിന്ന ഒരു സ്ഥലത്തായിരുന്നു ഞാൻ പ്രവർത്തനം തുടങ്ങിയത്. ആ കുഞ്ഞുങ്ങൾ പലരും ഇന്ന് പഠിച്ച് പലരും പോസ്റ്റ് ഗ്രാജുവേഷനും PhD അല്ലെങ്കിൽ അതിന് അപ്പുറത്തെ ടീച്ചിങ് ജോബിലേക്കും ഒക്കെ പോകുന്ന ഒരു കാഴ്ച ഈ ഒരു 19 വർഷത്തിനിടയ്ക്ക് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. വലിയൊരു പരിവർത്തനം അത് സഭയിലൂടെ മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സഭയും ആ സഭയ്ക്ക് കൈത്താങ്ങൽ നൽകിയ പല വ്യക്തികളുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് കഴിഞ്ഞ വർഷങ്ങളിലൂടെയൊക്കെ പോയി കഴിയുമ്പോൾ കാണുവാൻ കഴിയുന്നത്. കാരണം അവരുടെ ജീവിതം തന്നെ പൂർണ്ണമായി രൂപാന്തരപ്പെട്ടു. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ തന്നെ മാറ്റപ്പെട്ടു. അവരുടെ ജീവിതത്തിന് ലക്ഷ്യം കൈവരുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. യാതൊരു ലക്ഷ്യമില്ലാതെ ജീവിച്ച അവരുടെ ജീവിതത്തിൽ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നൽകിയ മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അത് അവരുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുവാനിടയായി തീർന്നു. അവരുടെ കുടുംബത്തെ മാറ്റിമറിക്കുവാനിടയായി തീർന്നു. പലരുടെയും കുടുംബങ്ങൾ അങ്ങനെ ഞങ്ങൾക്കും ഈ കർത്താവിനെ അറിയണം, ഞങ്ങൾക്കും ക്രിസ്തുവിനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു വന്നു. അവരോടും ഞങ്ങൾ കർത്താവിന്റെ സുവിശേഷം, നിർമ്മലമായ സുവിശേഷം പങ്കുവച്ചു. ചിലർ അത് സ്വീകരിച്ചു, ചിലർ അത് തിരിച്ചു കളഞ്ഞു. അത്തരത്തിൽ പല വ്യക്തികൾ സഭയിലേക്ക് ഇതിനോടകം കടന്നു വരികയുണ്ടായി. ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ സമൂഹത്തിനൊരു മാറ്റമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. സഭ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. അപ്പം സഭയെന്ന് പറയുമ്പോൾ സഭയിൽ മാത്രമുള്ള മാറ്റങ്ങളല്ല, മറിച്ച് സഭ എങ്ങനെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ സമൂഹത്തിനൊരു സ്വാധീനത്തിന്റെ ഒരു മാറ്റത്തിന്റെ ഒരു കാഹളമായി തീരുവാൻ, അല്ലെങ്കിൽ മാറ്റത്തിന്റെ ഒരു ദുനിയായി തീരുവാൻ സഭയ്ക്ക് എങ്ങനെ കഴിയുമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു. അത് അങ്ങനെ ആഗ്രഹിച്ചു വന്നതോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചു ചെയ്തതോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കുഞ്ഞുങ്ങളോട് ഇടപെടുവാനും യുവാക്കളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനും ഒക്കെ ദൈവം നൽകിയ ഒരു അവസരമായി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം വരുവാനും സഭ വളരുവാനും ഒക്കെ ദൈവം സഹായിച്ചത്. ഇതിനോടിടയ്ക്ക് ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. 2009 എൻ്റെ വിവാഹം കഴിയുന്നു. 2010 എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി നൽകി. 2010 കുഞ്ഞുമായിട്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഉണ്ടായ ഒരു സംഭവം, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തൊരു അത്ഭുതം ഞാനൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. അന്ന് ഞങ്ങള് കുഞ്ഞിന്റെ തുണികളെല്ലാം അടങ്ങിയ ബാഗ് ഞങ്ങൾ ട്രെയിനിൽ എവിടെയോ ഞങ്ങൾക്ക് നഷ്ടമായി. അതിൽ കുഞ്ഞിന്റെ തുണികൾ മുഴുവൻ അതിലായിരുന്നു. ഒരു ബാഗിൽ മാത്രമായിരുന്നു കുഞ്ഞിന്റെ തുണികൾ ഉണ്ടായിരുന്നത്. വളരെ ഞങ്ങൾ വ്യാകുലപ്പെട്ടു. കാരണം 3 ദിവസത്തെ ട്രെയിൻ യാത്രയാണ് കേരളത്തിൽ നിന്ന് ബീഹാർ വരെ. ഇതിനോടിടയ്ക്ക് എന്ത് ചെയ്യും എന്നൊക്കെ അറിയാതെ ഞങ്ങൾ വളരെ വ്യാകുലപ്പെട്ടു. ചെന്നൈയിൽ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി കുറച്ച് തുണികൾ കൊണ്ട് തന്നു. പക്ഷെ മോൾക്ക് പല തുണികളോടും അലർജിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് കോട്ടൺ തുണി തന്നെ ആണ് ഞങ്ങൾ മേടിച്ച് ബാഗിൽ വെച്ചിരുന്നത്. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായി. കാരണം വളരെ നല്ല തുണികൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത് വാങ്ങിയതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ഞങ്ങൾക്ക് വളരെ അതിയായ വിഷമമുണ്ടായി. എങ്കിലും ഞങ്ങൾ പട്നയിൽ വന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളെ കാണുവാനായി ഒരു സഹോദരി വന്നു. കുഞ്ഞിനെ കാണുവാനായി വന്നതാണ്. ആ സഹോദരി ഒരു ബാഗ് നിറച്ച് തുണികളുമായി, സാധാരണ തുണികളല്ല, കോട്ടൺ തുണികളുമായി, ഞങ്ങൾ ഏത് തുണികളാണോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത്തരത്തിലുള്ള തുണികളുമായി ആ സഹോദരി വന്ന കുഞ്ഞിനെ കാണുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. കാരണം എന്താണോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ആ നഷ്ടം ഞങ്ങൾക്കൊരു വേദനയായി തീരാതവണ്ണം ദൈവം എങ്ങനെയാണ് ഞങ്ങളെ കരുതിയത് എന്നൊക്കെ മനസ്സിലാക്കിയ സമയങ്ങൾ അതൊക്കെയായിരുന്നു. അതുകൂടാതെ വിവിധമായ രീതിയിൽ ദൈവം ഞങ്ങളെ നടത്തുകയുണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ദൈവത്തെ രുചിച്ചറിയുവാനും ദൈവത്തെ മനസ്സിലാക്കാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. അങ്ങനെ ഞങ്ങൾ സഭയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഈ യുവജനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഞങ്ങൾ തുടക്കത്തിൽ യുവജനങ്ങൾ ആരും കടന്നു വരാതിരുന്ന സഭയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും
ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തപ്പോഴാണ് ഒരു വലിയൊരു കൂട്ടം, ഒരു ദിവസം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തുള്ള ഒരു ട്യൂഷൻ സെന്ററിൽ നിന്ന് ഒരു കൂട്ടം യുവജനങ്ങൾ, ഏകദേശം ഒരു 20 യുവജനങ്ങളുണ്ട്, അവർ കടന്നു വന്നത്. ഞങ്ങൾക്ക് വളരെ അത്ഭുതമുണ്ടായി. കാരണം ഞങ്ങൾ അവരെ വിളിച്ചതല്ല, പക്ഷേ അവര് അവിചാരിതമായിട്ട്, അല്ലെങ്കിൽ അവിചാരിതമെന്ന് പറയാൻ കഴിയില്ല, അതിൻ്റെ ട്യൂഷൻ ടീച്ചർ ഇവിടേക്ക് അദ്ദേഹത്തെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടതാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വിട്ടതാണ്. ആ കുഞ്ഞുങ്ങളാണ് പിന്നീട് സഭയ്ക്ക് ഒരു നിലനിൽപ്പായി, ഒരു പില്ലേഴ്സായി, അല്ലെങ്കിൽ ഒരു തൂണുകളായി പിന്നീട് മാറുവാനിടയായി തീർന്നത്. ഇത്തരത്തിലുള്ള വിവിധമായ അത്ഭുതങ്ങൾ ജീവിതത്തിൽ വിവരിക്കുവാനായിട്ടുണ്ട്. ദൈവം ജീവനുള്ള ദൈവമാണെന്നും, ദൈവം ഇന്നും ജീവിതങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണെന്നും, ദൈവം ഇന്നും ജീവിതങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും നമ്മൾ സമർപ്പിക്കുവാൻ തയ്യാറായി തീർന്നാൽ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുവാൻ തയ്യാറായി തീർന്നാൽ, ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രവർത്തിക്കുമെന്നും ഒക്കെയുള്ള തിരിച്ചറിവുകൾ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയത് ഈ ഒരു മിഷൻ കാലഘട്ടങ്ങളിലായിരുന്നു. ഈ കഴിഞ്ഞ 19 വർഷമായി ഞാനിവിടെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു കാലഘട്ടങ്ങളിലാണ് ജീവനുള്ള ദൈവം ആരാണ് എന്ന് തിരിച്ചറിയുവാനും, ദൈവം ശക്തിമാനാണ് എന്ന് മനസ്സിലാക്കുവാനും, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ദൈവം ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചത് ഈ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ മിഷൻ എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ച ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാറ്റിൻ ഭാഷയിൽ മിഷ്യോ ഡേ അല്ലെങ്കിൽ മിഷ്യോ ദേ എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് മിഷൻ ഓഫ് ഗോഡ് തുടങ്ങുന്നത്. ദൈവത്തിന്റെ മിഷൻ ദൈവത്തിന്റെയാണ്, അല്ലെങ്കിൽ പ്രവർത്തനം ദൈവത്തിന്റെയാണ്, അയക്കുന്നത് ദൈവമാണ് എന്നുള്ള അർത്ഥത്തിലാണ് മിഷ്യോ ഡേ എന്നുള്ള ലാറ്റിൻ ശബ്ദം അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ക്രിസ്റ്റഫർ ജെ റൈറ്റ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ദൈവം തന്റെ സഭയ്ക്ക് വേണ്ടി ഒരു ദൗത്യമാണ് നൽകിയതെന്നല്ല, മറിച്ച് തന്റെ ദൗത്യത്തിന് വേണ്ടി ദൈവം ഒരു സഭയെ ഒരുക്കിയിരിക്കുന്നു. മിഷൻ എന്ന് പറയുന്നത് പ്രാഥമികമായി ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ഒരു കാര്യമാണ്. പലപ്പോഴും പല മിഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ വ്യക്തികൾ പറയാറുണ്ട്, നിങ്ങളുടെ വിഷൻ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ സഭയെ അല്ലെങ്കിൽ സുവിശേഷീകരണത്തെ അല്ലെങ്കിൽ സഭാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം നമ്മൾക്കൊരു നൽകിയ ദർശനം എന്താണോ, ദൈവത്തിന്റെ ദർശനം എന്താണോ, അത് പൂർത്തീകരിക്കുന്നവരായി തീരുവാനും വേണ്ടിയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ 3:9 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം ദൈവത്തിന്റെയാണ്. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നൊരു കാര്യമാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാനുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവൾ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ കർത്താവാണ് സഭയുടെ പ്രധാന ശില്പി എന്നും, കർത്താവാണ് സഭയുടെ മൂലക്കല്ലെന്നും, കർത്താവിലാണ് സഭ പണിയപ്പെടേണ്ടതെന്നും, കർത്താവിന്റെ ദർശനം അനുസരിച്ചാണ് സഭ പോകേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്താണ് മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു മിഷൻ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കേവലം അതൊരു ബൗദ്ധികമായ അറിവ് മാത്രമാകുക എന്നുള്ളതല്ല, മറിച്ച് അതിലേക്ക് നമ്മൾക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് പിന്നീട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പലപ്പോഴും നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കുവാൻ, അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കഴിയും. പക്ഷെ ഇതിനൊക്കെ അപ്പുറമായി ഒരു ദേശത്തേക്ക് പോവുക എന്ന് പറയുന്നതും, അവിടെ ചെന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നതും, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം തന്റെ മിഷനെ നിവർത്തിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അത്ര വലിയൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ ചിന്തകളിൽ ഒരുപക്ഷെ അത്ര വലിയ കാര്യമായിരിക്കില്ല. കാരണം സുവിശേഷ പ്രസംഗം നടത്തുക, അല്ലെങ്കിൽ സുവിശേഷീകരണം നടത്തുക, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊക്കെ പറയുന്നത് അതൊരു സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ അതൊരു വലിയ കാര്യമല്ല, അതൊരു മതപരമായ ഒരു കാര്യം മാത്രമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കി, ക്രിസ്തുവിനെ അറിയാത്ത ഒരു ജനവിഭാഗത്തെ അവരുടെ ജീവിതത്തിലെ ലക്ഷ്യവും ജീവിതത്തിന് സമാധാനവും ജീവിതത്തിന് സന്തോഷവും കണ്ടെത്തുവാൻ നമ്മൾ ഒരു കാരണമായി തീരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു ദർശനമാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ ദർശനം അവിടെ പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് എനിക്ക് ഈ മിഷന് ഭാഗമായി തീരുവാൻ കഴിയുന്നത്? മിഷന്റെ ഭാഗമായി
എനിക്ക് എങ്ങനെ തീരുവാൻ കഴിയും? എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഒരു സഭാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട, അല്ലെ പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട, അല്ലെ ഒരു സമൂഹത്തിൽ വ്യത്യാസം വരുത്തുവാനായി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിലെ 35 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കർത്താവ് ചിന്നിയവരും ചിതറിയവരുമായ ഒരു സമൂഹത്തെ കണ്ടുകൊണ്ട് കർത്താവ് ഒരു കാര്യം അവിടെ, ഒരു സ്കോപ്പ് അവിടെ വെളിപ്പെടുത്തുകയാണ്. ദ ഹാർവെസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ, കൊയ്ത്ത് വളരെയുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് കൊയ്ത്തിന് വേലക്കാരില്ല എന്നുള്ളതാണ്. അതിന്റെ ആ ഒരു പ്രതിസന്ധിയുടെ പരിഹാരവും കർത്താവ് അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ. ആസ് ദ ലോർഡ് ഓഫ് ദ ഹാർവെസ്റ്റ് ദെർഫോർ ടു സെൻഡ് ഔട്ട് വർക്കേഴ്സ് ഇൻടു ഹിസ് ഹാർവെസ്റ്റ് ഫീൽഡ്. നമ്മൾ മിഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും മിഷന്റെ ഫണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് ഉണ്ടാകേണ്ട സാമ്പത്തിക സ്രോതസ്സുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ചർച്ചയിൽ കടന്നു വരുന്നത്. പക്ഷേ കർത്താവ് ഊന്നൽ കൊടുത്തത്, പ്രാഥമികമായി കർത്താവിടെ ഊന്നൽ കൊടുത്തത് മിഷനിലേക്ക് പോകുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദർശനം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി വ്യക്തികളുടെ ആവശ്യകത, അല്ലെങ്കിൽ മാൻ പവറിന്റെ ആവശ്യകത, അല്ലെങ്കിൽ അതിനുവേണ്ടി പോകുവാൻ തയ്യാറാകേണ്ട ആൾക്കാരുടെ ആവശ്യകത, ഈ ആവശ്യകതയിലേക്കാണ് കർത്താവിടെ വിരൽ ചൂണ്ടിയത്. കൊയ്ത്തുണ്ട്, വേലക്കാർ ആവശ്യമാണ്, ഈ കൊയ്ത്തിന് വളരെ ഫലം ലഭിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ തന്നെ എങ്ങനെ ഈ ഒരു കൊയ്ത്ത് നടത്തുവാൻ വേണ്ടി ഇറങ്ങുവാൻ ആൾക്കാർ തയ്യാറായിത്തീരും, വ്യക്തികൾ തയ്യാറായിത്തീരും എന്നുള്ളിടത്താണ് ഈ ഒരു കൊയ്ത്തിന്റെ പ്രസക്തി ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സുവിശേഷീകരണത്തിന്റെ പ്രസക്തി ഉള്ളത്. പലപ്പോഴും സഭ അതിന്റെ കംഫർട്ട് സോണിലായിരിക്കുമ്പോൾ കർത്താവ് ആദ്യം പറയുന്ന ഒരു കാര്യം, കൊയ്ത്തിന്റെ യജമാനോട് നിങ്ങൾ അപേക്ഷിക്കണം അവിടേക്ക് വേലക്കാരെ അയക്കുവാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പടിയായി ഞാൻ മനസ്സിലാക്കുന്നു. സുവിശേഷീകരണത്തിന്റെ ആദ്യത്തെ ഒരു പടിയായി ഞാൻ മനസ്സിലാക്കുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ സുവിശേഷീകരണത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുകയോ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയോ എന്നുള്ളതല്ല. അത് കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എന്തു തന്നെ കർത്താവ് ആഗ്രഹിച്ചാലും അത് ചെയ്യുവാനുള്ള ഒരു സമർപ്പണം, അത് ചെയ്യുവാനുള്ള ഒരു പ്രാർത്ഥന നമ്മൾ ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത്, മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ വഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം, ഒരു പുതിയൊരു ചിന്തയാണ് കർത്താവ് അവിടെ വെക്കുന്നത്. സ്വർഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സഭയ്ക്ക് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. സഭ പ്രവർത്തിച്ചുവെങ്കിലേ സ്വർഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ആദ്യമായി സഭ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്താണ് കിട്ടുന്നത് അത് സ്വർഗത്തിൽ കിട്ടിയിരിക്കും, നിങ്ങൾ എന്താണ് അഴിക്കുന്നത് അത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. സഭയോടാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവും പറഞ്ഞത്, നിങ്ങൾ സഭ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ രാജ്യം വരണമേ, യുവർ കിങ്ഡം കം, യുവർ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് കർത്താവിന്റെ ഹിതം ഭൂമിയിൽ നിറവേറപ്പെടുന്നത്? എങ്ങനെയാണ് ക്രിസ്തുവിന്റെ രാജ്യം ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയാകേണ്ടത്? പ്രാർത്ഥനയിലൂടെയാണ്. ആദ്യമായ പടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സഭ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി തീർന്നാൽ മാത്രമേ ഈ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിലേക്ക് എത്തുവാൻ, അല്ലെങ്കിൽ ജീവിതങ്ങൾ അത് മനസ്സിലാക്കുവാൻ ഉള്ള വഴികൾ ഒരുക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി വ്യക്തികൾ ഒരുക്കപ്പെടുകയുള്ളൂ. അതിന് സഭയുടെ പ്രാർത്ഥന നിരന്തരമായ ആവശ്യമാണ്. അല്ലെങ്കിൽ സഭ ഇന്റർസെഷൻ എന്ന് പറയുന്ന, മധ്യസ്ഥത എന്ന് പറയുന്നത് വളരെയധികമായി ആവശ്യകത ഉള്ളൊരു കാര്യമാണ്. എസെക്കിയേലിന്റെ പ്രവചനത്തിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണല്ലോ വായിക്കുന്നത്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിൽ മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടയിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആരെയും കാണുവാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് മതപരിവർത്തനം നിരോധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പലപ്പോഴും
അത്തരത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്നത് തന്നെ മതമാണ് പരിവർത്തനം നടക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്നാണ്. മറിച്ച് മതമല്ല പരിവർത്തനം നടക്കുന്നത്, മനസ്സാണ് പരിവർത്തനം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൃദയമാണ് പരിവർത്തനം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പരിവർത്തനത്തിന്റെ ആവശ്യകത? ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, മനുഷ്യൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ക്രൈസ്തവരുടെ എണ്ണം കൂട്ടുവാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് മതപരിവർത്തനം. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. കർത്താവിനെ സുവിശേഷീകരിക്കുന്നത് കർത്താവിന്റെ ജീവിതത്തെ അവർ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനും, ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്നും അത്തരത്തിലുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവുകൾ അവർക്ക് ഉണ്ടാകുവാൻ വേണ്ടിയാണ് സുവിശേഷീകരണം ശക്തമായി ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യമായി തന്നെ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയാണ് ജീവിതത്തെ പ്രധാനമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്. മറ്റ് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ജോൺ ഹൈഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ കാലങ്ങൾക്ക് മുമ്പ് പഞ്ചാബിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പഞ്ചാബിന് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കുവാനിടയെ തീർന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മൂലം ഇന്ന് പഞ്ചാബിൽ വലിയ സഭാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സുവിശേഷീകരണത്തിൽ വലിയ മുന്നേറ്റങ്ങളാണ് പഞ്ചാബ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു വ്യക്തിയാണോ അതിന് കാരണക്കാരനായെന്ന് ഞാൻ പറയുന്നില്ല, അത്തരത്തിൽ സ്ഥാപിക്കുവാനല്ല ഞാൻ ശ്രമിക്കുന്നു. മറിച്ച് അത്തരത്തിലുള്ള ചില വ്യക്തികൾ എഴുന്നേറ്റത് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായി തീർന്നു, അല്ലെങ്കിൽ സഭ വളരുന്നതിന് വലിയ മുതൽക്കൂട്ടായി തീർന്നു. ആ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആണ് സഭ അവിടെ ഉറയ്ക്കുവാനും സഭയ്ക്ക് അടിസ്ഥാനം ഇടുവാനും ഒക്കെ ഇടയായി തീർന്നത്. അപ്പോൾ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയേണ്ട പ്രാഥമികമായ ഒരു കാര്യം സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തയ്യാറാവുക. നമ്മൾ യിരെമ്യാ പ്രവചനത്തിൽ തന്നെ ഇത്തരത്തിലൊരു വാക്യം വായിക്കുന്നുണ്ട്. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ആഹ്വാനം ഇന്ന് സഭയ്ക്ക് ലഭിക്കുവാനിടയായി തീരട്ടെ. കർത്താവിനെ അറിഞ്ഞ വ്യക്തികൾ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഭാരതത്തിന്റെ, അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ, ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി, സുവിശേഷവുമായി ബന്ധപ്പെട്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായി തീരണം. മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് പോവുക എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇനിയും 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഇവിടെ പറയുന്ന 2 കാര്യങ്ങളാണ്. ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്, നിങ്ങൾ തലപൊക്കി നോക്കുക. ലുക്ക് അറ്റ് ദ ഫീൽഡ്, നിങ്ങൾ ആ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിലുള്ള വയലുകളിലേക്കൊന്ന് നോക്കുക. അവയിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയും, അത് കൊയ്ത്തിന് വെളുത്തിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പ്രതിസന്ധി എന്ന് പറയുന്നത്, പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും, നമ്മുടെ മുമ്പിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ താഴേക്ക് നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. താഴേക്ക് നോക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ വർത്തമാനകാല സമയങ്ങളിലേക്ക് മാത്രമാണ് നമ്മൾ കണ്ണുകൾ ഓടിക്കുന്നത്. നമ്മുടെ ബിസിനസ്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ മറ്റ് ഇതര കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ മിഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദർശനവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് മുന്നോട്ട് നീക്കേണ്ടത് എന്നുള്ള കാര്യം പലപ്പോഴും അറിയാതെ പോകുന്നു, മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തലപൊക്കി നോക്കണം. നിങ്ങൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഫോക്കസ് മാറ്റി ഒന്ന് നോക്കുവാൻ തയ്യാറായി തീർന്നാൽ എന്താണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ കഴിയും. അപ്പൊ അതിനകത്തൊരു അർജൻസി ഉണ്ട്. കർത്താവ് ഒരു അർജന്റ് കോൾ ആയിട്ടാണ് അത് പറയുന്നത്. നിങ്ങളൊന്ന് തലപൊക്കി നോക്കുക, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കൊയ്ത്തിനു വേണ്ടി പാടശേഖരങ്ങൾ വെളുത്തിരിക്കുന്നു. കൊയ്യുവാനായി തയ്യാറാകുന്ന വ്യക്തികൾ ഉടനടി ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് കർത്താവിന്റെ ഒരു
പ്രചരണം അവിടെ, അല്ലെങ്കിൽ കർത്താവ് അത് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. എത്രയും വേഗം കൊയ്ത്തിന്റെ പാടശേഖരങ്ങൾ വെളുത്തിരിക്കുന്ന ഈ കൊയ്ത്ത് നശിച്ചു പോകുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ തലമുറയിൽ ആ കൊയ്ത്തിനെ കൊയ്തെടുക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ പല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. 1040 വിൻഡോ എന്ന് പറയുന്ന ഒരു ഭൂപടത്തിൽ ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ ഭൂപടത്തിന്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായി വരുന്ന ഒരു റെക്ടാങ്കുലർ ഏരിയ ആണ്. വിവിധ രാജ്യങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ആ രാജ്യത്തിൽ ഏകദേശം 55 രാജ്യങ്ങൾ ഇനിയും സുവിശേഷം കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളാണ്. മിഷണറി പ്രവർത്തനങ്ങളുടെ 10% മാത്രമാണ് ആ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് നോർത്തേൺ ആഫ്രിക്കയും സദേൺ ഏഷ്യയും മറ്റിതര രാജ്യങ്ങളുമുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ സുവിശേഷീകരണത്തിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അത് കേവലം ഇന്ത്യ അല്ലെങ്കിൽ ഭാരതമാണ് എന്ന് മാത്രമല്ല, മറ്റിതര രാജ്യങ്ങളിലേക്കും സുവിശേഷീകരണത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതിലേക്കൊക്കെ പോകുവാൻ വ്യക്തികൾ തയ്യാറായി തീർന്നാൽ മാത്രമേ ഈ ഒരു സുവിശേഷീകരണം വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കർത്താവിന്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുകയുള്ളൂ. എന്താണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്? ഇതുവരെയും നോക്കാത്ത രീതിയിൽ നമ്മൾ ഈ മിഷൻ ഫീൽഡുകളെ നോക്കുക, കാണുക, മനസ്സിലാക്കുക. നോർത്ത് ഇന്ത്യയെ കാണുക, നേപ്പാളിനെ കാണുക, ആഫ്രിക്കയെ കാണുക, കംബോഡിയയെ കാണുക, ഭൂട്ടാനെ കാണുക, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ, ചൈന, ഇസ്രയേൽ, വിവിധ രാജ്യങ്ങൾ ഇന്നും കർത്താവിനെ അറിയാത്തവരായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാത്തവരായിട്ടുണ്ട്. ആ ദേശത്തൊക്കെയും പോയി പ്രവർത്തിക്കുവാൻ ജീവിതങ്ങൾ എഴുന്നേൽക്കട്ടെ. വില്യം കേറി അങ്ങനെ ഭാരതത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണല്ലോ. 1793 അദ്ദേഹം ഭാരതത്തിലേക്ക് കടന്നു വരികയും ഏകദേശം 40-ലധികം ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുകയുണ്ടായി. പല ഭാഷകൾക്കും ലിപികളില്ലായിരുന്നു. ലിപികൾ അദ്ദേഹം കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ലിപികൾ അദ്ദേഹം ഉണ്ടാക്കി ഭാഷയെ വികസിപ്പിച്ചു. കോളേജുകൾ സ്ഥാപിച്ചു, യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. കേവലം സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു സഭാപ്രവർത്തനങ്ങൾ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് സമൂഹത്തിന്റെ വിവിധ തുറകളിലേക്ക് ഇറങ്ങുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ്. അത് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ആ സ്ഥലത്തിന്റെ നീഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഏത് മേഖലകളിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടത്. വിവിധമായ മിഷണറി പ്രവർത്തനങ്ങളൊക്കെയും ആ ഒരു രീതിയിലാണ് ഇതുവരെയും നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പോകുവിൻ, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. ആരെങ്കിലും പോകുവാൻ തയ്യാറാകാതെ ഈ സ്ഥലങ്ങളിലൊന്നും യാതൊരു പ്രവർത്തനങ്ങളും നടക്കുകയില്ല. കാരണം നമ്മൾ പോകേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, അവിടെ നശിക്കുന്ന ഒരു വലിയ തലമുറയുണ്ട്, നശിക്കുന്ന ദൈവീയ ഉദ്ദേശത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വലിയൊരു സമൂഹമുണ്ട്, ജീവിതത്തിന് യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വലിയൊരു സമൂഹമുണ്ട്, ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന യുവജനങ്ങളുണ്ട്. ലോകത്തിന്റെ വിവിധമായ പ്രലോഭനങ്ങൾക്കും കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റിതര ഡ്രഗ്സിനുമൊക്കെ അഡിക്റ്റഡായി ജീവിതം അവസാനിപ്പിക്കുന്ന, ആത്മഹത്യയിൽ അവസാനിപ്പിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. യാതൊരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്നു. ഈ ഒരു ലക്ഷ്യത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് പോകേണ്ടത്. ഈ ലക്ഷ്യത്തെ അവർ തിരിച്ചറിഞ്ഞു കൊടുക്കുവാൻ, തിരിച്ചറിവിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് സഭ ഇന്ന് വ്യക്തികളെ അയക്കേണ്ടത്. അങ്ങനെ പോകുവാൻ തയ്യാറായി തീർന്നാൽ മാത്രമേ സഭയുടെ ഉദ്ദേശം നിറവേറപ്പെടുകയുള്ളൂ. എൻ്റെ മനസ്സിനെ സ്പർശിച്ച 1-2 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. വില്യം കെല്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഡുബലിനുള്ള ട്രിനിറ്റി കോളേജിലെ അധ്യാപകനാകുവാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വില്യം കെല്ലി വളരെ പണ്ഡിതനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എന്തുകൊണ്ട് ഈ കോളേജിൽ വന്ന് പഠിച്ചുകൂടാ? താങ്കൾക്കൊരു പേരുണ്ടാകുമല്ലോ. അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു മറുപടിയാണ്, ഏത് ലോകത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? കാരണം അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മിസ്റ്റർ കെല്ലി, ആറന്റ് യു ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് എ നെയിം ഫോർ യുവർ സെൽഫ് ഇൻ ദ വേൾഡ്? മിസ്റ്റർ കെല്ലി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ടു വിച്ച് വേൾഡ് ജെന്റിൽമാൻ? ഏത് ലോകത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഏത് ലോകത്ത് പേരുണ്ടാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രമങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്നത്? സിറ്റി സ്റ്റഡ് പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു എനിക്ക് വേണ്ടി മരിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയാമായിരുന്നു, പക്ഷേ അവൻ എനിക്ക് വേണ്ടി മരിച്ചാൽ ഞാൻ എൻ്റെ സ്വന്തമല്ലെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. വീണ്ടെടുപ്പ് എന്നാൽ തിരികെ വാങ്ങുക എന്നാണ്. അതിനാൽ
അവൻ്റേതാണെങ്കിൽ ഒന്നെങ്കിൽ ഞാനൊരു കള്ളനായിരിക്കും, എന്റേതല്ലാത്തത് സൂക്ഷിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്താൽ ഞാനതൊരു കള്ളനായിരിക്കും. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അവന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയില്ല. തനിക്ക് വേണ്ടി തന്നെ പല കാര്യങ്ങൾ കീപ്പ് ചെയ്യുവാൻ അല്ലെങ്കിൽ വെക്കുവാൻ വേണ്ടി അല്ല C.T. സ്റ്റഡ് ആഗ്രഹിച്ചത്. C.T. സ്റ്റഡ് തനിക്ക് വേണ്ടി ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സകലതും ത്യജിക്കുവാൻ തയ്യാറായി തീർന്ന ഒരു വ്യക്തിയാണ്. ത്യാഗം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, ക്രിസ്തീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. സിൻസിഡോർഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ഞാൻ അവന്റെ മുമ്പിൽ സമർപ്പിച്ചില്ലെങ്കിൽ എന്റെ രക്ഷകന് ഞാൻ യോഗ്യനല്ലെന്ന് ഞാൻ കരുതുന്നു. എന്നെ സ്പർശിച്ച രണ്ട് വ്യക്തികളുടെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സന്ദേശം അവസാനിപ്പിക്കാം. 36 വയസ്സ് ഉള്ള ഡേവിഡ് നിൽസ്മാൻ, 26 വയസ്സുള്ള ജോൺ ഡോബർ എന്ന് പറയുന്ന രണ്ട് മിഷണറി പ്രവർത്തകർ. മൊറേവിയൻ മിഷണറി മൂവ്മെന്റിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രൊഡക്റ്റുകളാണ് ഈ രണ്ട് വ്യക്തികൾ. ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അന്ന് അടിമത്തം നിലനിന്നിരുന്ന വെസ്റ്റ് ഇൻഡീസിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അവിടെയുള്ള അടിമകളോട് പങ്കുവെക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ആ അടിമ വേല നിലനിൽക്കുന്ന സ്ഥലത്ത് മറ്റ് മിഷണറിമാർക്കോ മറ്റിതര വ്യക്തികൾക്കോ പ്രവേശനമില്ല. അവിടേക്ക് ആരും പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല. അവിടേക്ക് എങ്ങനെ പോകണമെന്ന് ഇവര് തലപുകഞ്ഞ് ആലോചിച്ചു. വളരെ കാലങ്ങൾ പ്രാർത്ഥിച്ചു, കഴിഞ്ഞില്ല. അവസാനം ഇവര് തന്നെ തീരുമാനിച്ചു, ഈ രണ്ടുപേരും തീരുമാനിച്ചു, എന്തുകൊണ്ട് അടിമയായി ആ സ്ഥലത്തേക്ക് പോയിക്കൂടാ. ഇവർ അടിമച്ചന്തയിലേക്ക് പോയി അവരെ തന്നെ സ്വയം അടിമകളായി വിൽക്കുവാനിടയെ തീർന്നു. സ്വയം അടിമകളായി വിൽക്കപ്പെട്ട അവര് ആദ്യം ഒന്നും സമ്മതിച്ചില്ല, കാരണം വൈറ്റ്സിന് അടിമകളാകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ അവരുടെ നിർബന്ധം മൂലം അവരെയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയി, അല്ലെങ്കിൽ അവരെയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ വെസ്റ്റ് ഇൻഡീസിലേക്ക് കടന്നുപോയി. ആ കപ്പലിന്റെ ഡെക്കിൽ കയറി നിന്നുകൊണ്ട് അവര് തങ്ങളെ യാത്രയപ്പാൻ വന്ന സഭയോട് ഇങ്ങനെയാണ് പറഞ്ഞത്: മേ ദ ലാംബ് ദാറ്റ് വാസ് സ്ലെയിൻ റിസീവ് ദ റിവാർഡ് ഓഫ് ഹിസ് സഫറിങ്. നമുക്ക് വേണ്ടി മരിച്ച കുഞ്ഞാടിന് അല്ലെങ്കിൽ അറക്കപ്പെട്ട കുഞ്ഞാടിന് എല്ലാ മഹത്വവും ലഭിക്കുവാനിടയായി തീരട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളുടെ പ്രതിഫലം ലഭിക്കുവാനിടയായി തീരട്ടെ. ചരിത്രം പറയുന്നത് ഡേവിഡ് നിൽസ്മാനും ജോൺ ഡോബറും വെസ്റ്റ് ഇൻഡീസിൽ ചെന്ന് അവിടെയുള്ള അടിമകളോട് സുവിശേഷം പറയുകയും അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അടിമത്തത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം അവരോട് പങ്കുവെക്കുവാനൊക്കെ അവർക്ക് കഴിഞ്ഞു. അവർ ആ ദേശത്ത് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു. ചില സഭകൾ അവിടെ സ്ഥാപിക്കപ്പെടുവാൻ ദൈവം അവരിലൂടെ ഇടയാക്കി. അങ്ങനെ വെസ്റ്റ് ഇൻഡീസിൽ ഒരു മുന്നേറ്റത്തിന് അവർ കാരണമായി തീർന്നു. ഇന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് പോകുവാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന് തയ്യാറായി തീരുമോ? സുവിശേഷം എന്ന് പറയുന്നത് കേവലം സഭാപ്രവർത്തനം മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് സമൂഹത്തിന്റെ വിവിധ അവസ്ഥകൾ മനസ്സിലാക്കി, അവസ്ഥകൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് ശരിയായ പ്രേക്ഷിത പ്രവർത്തനം. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്: ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു; ഞാൻ ഭക്ഷണമില്ലാതിരുന്നു, നിങ്ങൾ എനിക്ക് കഴിപ്പാൻ തന്നു. നിങ്ങൾ ഈ ചെറിയ ചെറിയ വ്യക്തികൾക്ക് ചെയ്തൊക്കെയും എനിക്ക് ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങുവാൻ, പുറപ്പെടുവാൻ തയ്യാറായിത്തീരും. നമ്മുടെ കണ്ണുകൾ ഉയർത്തി നമ്മൾ നോക്കണം. എവിടെയാണ് നീഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് ആവശ്യകത എന്ന് നമ്മൾ തിരിച്ചറിയണം. ആവശ്യകതയിലേക്ക് നമ്മുടെ കാലുകൾ വെക്കുവാൻ നമ്മൾ തയ്യാറായിത്തീരണം. കാലുകൾ വെക്കുമ്പോൾ കർത്താവിന്റെ ഒരു വാഗ്ദത്തം നമ്മളോടൊപ്പം ഉണ്ട്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം പ്രസംഗിച്ചു കൊള്ളുക, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്.
നമ്മൾ ഒറ്റയ്ക്കല്ല ഈ യാത്രകൾ ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഏതെങ്കിലും പ്രസ്ഥാനത്തെ വളർത്തുവാനുള്ള പ്രവർത്തനങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ നിങ്ങളുടെ ജീവിതത്തെ ഒരു അവലോകനത്തിന് വിധേയമാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രൈസ്തവ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ, വേഗത്തിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ നേതൃത്വം വഹിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. മറ്റിതര സാമൂഹിക പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ ആ ഭാരം, ക്രിസ്തുവിന്റെ ആ മനസ്സ്, ക്രിസ്തുവിന്റെ ആ സ്നേഹം, ക്രിസ്തുവിന്റെ ആ വേദന പങ്കിടുവാൻ ഈ ഒരു മാധ്യമത്തെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ഒരു സന്ദേശം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവശക്തിയുള്ള പ്രിയ പിതാവേ, ഇന്ന് അവിടുന്ന് ഞങ്ങളോട്, പ്രേക്ഷകരോട്, ഇത് കേൾക്കുന്ന വ്യക്തികളോടൊക്കെയും ഹൃദയമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അടിയൻ പറഞ്ഞ വചനങ്ങൾ കേൾവിക്കാരുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇതിലൂടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം. പ്രേക്ഷകരുടെ കാതുകളിൽ ദൈവത്തിന്റെ വചനത്തെയും സാക്ഷ്യത്തെയും വിവിധമായ രീതിയിൽ എത്തിക്കുമ്പോൾ അത് പ്രേക്ഷകരുടെ ഉള്ളിൽ വലിയ ചലനങ്ങൾ നടത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പ്രിയ ജീൻ ടെറൻസ് ജോർജ് അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ട് നല്ല ആത്മീയ പശ്ചാത്തലത്തോട് നല്ല ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവ് സഹായിച്ചു. നല്ല നിലയില് പഠിച്ച് ICPFന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തില് ആത്മീയ മണ്ഡലത്തിലൊക്കെ വളർന്നു വരുവാൻ, അനേക കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കുവാൻ, സുഹൃത്തുക്കളുടെ മുൻപാകെ ഒരു വേറിട്ട സ്വഭാവം കാത്തു സൂക്ഷിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. നല്ല വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് കൗൺസിലിങ്ങില് പഠനം പൂർത്തീകരിപ്പാന്, MPhilൊക്കെ കംപ്ലീറ്റ് ചെയ്യുവാന്, നല്ല ഒരു പദവിയിലേക്ക് ആത്മീയമായി ഭൗമികമായുള്ള വിദ്യാഭ്യാസത്തിലും എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ഹിതപ്രകാരം ഉയർന്നു വരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ആ നിലയിൽ ഒരു പക്ഷെങ്കിൽ ഭൗമികമായ വിഷയത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നു എങ്കിൽ ഒരു സെക്യുലർ ഫീൽഡില് നല്ല ഒരു പ്രൊഫസറായോ മറ്റേ ഏതെങ്കിലും ഒരു പദവിയിലോ വേണമെങ്കിൽ നമുക്ക് എത്തിച്ചേരാമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി കർത്താവ് ചെയ്തതുപോലെ സ്വർഗം വെടിഞ്ഞ് ഈ താണ ലോകത്തേക്ക്, പാപികളുടെ ഇടയിലേക്ക് കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് നമ്മിൽ ഒരുവനെ പോലെ ജീവിച്ച് കർത്താവ് നല്ല മാതൃക കാണിച്ചു തന്ന് ഇന്നും നമുക്കായിട്ട് നിത്യതയ്ക്കായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെ, നമുക്ക് വേണ്ടി കർത്താവ് കാര്യങ്ങളെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. പ്രിയ കർത്താവിന്റെ ദാസൻ ബീഹാറിനെ കുറിച്ചുള്ളതായ ആ ചില ചിത്രങ്ങള് പറയുവാൻ ഇടയായി. അവിടെ ഒരിക്കലും പോകുവാനോ അവിടുത്തെ ഒരു മിഷണറി ആയിരിക്കുവാനോ മിഷണറി ദൗത്യത്തിൽ ഏർപ്പെടുവാനോ ഒരിക്കലും പ്ലാൻ ഇല്ലായിരുന്നു. എന്നാൽ മുന്നമേ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടതായതുകൊണ്ട് അവിടേക്ക് പോകുവാൻ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്ത് അവിടുത്തെ ആവശ്യകത മനസ്സിലാക്കി അവിടെയുള്ളതായ ജനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി
ഏതെല്ലാം കാര്യപരിപാടികൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ആവിഷ്കരിക്കുവാൻ, അത് നല്ല നിലയിൽ അത് പ്രവർത്തിച്ച് അത് അനേക കുഞ്ഞുങ്ങളെ എക്വിപ്പ് ചെയ്യുവാൻ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. നല്ല വിദ്യാഭ്യാസം ഉള്ള അനേക കുഞ്ഞുങ്ങൾ ഇന്ന് ആ സമൂഹത്തിൽ ഉടലെടുക്കുവാൻ ദൈവം സഹായിച്ചു. PhD ചെയ്ത പല വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ആ ദേശത്ത് ഉടലെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രാസ് റൂട്ട് മുതലുള്ളതായ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. പ്രിയ കർത്താവിന്റെ ദാസനെ, ടീമിനെ ദൈവം ആ ലെവലിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. അവരുടെ ഇടയിൽ ചെന്ന് അവരിൽ ഒരാളെ പോലെ അവർക്ക് വേണ്ടി പ്രയത്നിക്കണമെങ്കിൽ അതൊരു മാനുഷിക കാഴ്ചപ്പാടോടുകൂടി ഒരിക്കലും പറ്റുകയില്ല. പകരം അത് ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിൽ വന്നതുകൊണ്ട് മാത്രമാണ്, ദൈവവചനം ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. സാക്ഷ്യം മാത്രമല്ല, നല്ല ചില ചിന്തകൾ, ആത്മീയമായ കാഴ്ചപ്പാടുകൾ, ജനത്തിന് ആവശ്യമായിരിക്കുന്ന നല്ല ഒരു സന്ദേശം ഈ സാക്ഷ്യത്തില് ദൈവദാസന് ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ തലകളെ ഉയർത്തി നോക്കുവിൻ. ഇന്ന് ഏതെല്ലാം വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഏതെല്ലാം മെച്ചപ്പെട്ട നിലവാരമുണ്ടെങ്കിലും മനുഷ്യന്റെ തല ഉയർത്തി നോക്കുവാൻ തക്കവണ്ണം പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല. കർത്താവ് വളരെ തിയോളജിക്കലി, സയന്റിഫിക്കലി ആ വേർഡ് അവിടെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് സെക്കുലർലി എന്തെങ്കിലുമൊക്കെ നേടി ഈ ലോകപ്രകാരം ഒരു ഉയർന്ന മെച്ചപ്പെട്ട കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുവാനാണ് മനുഷ്യൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങളുടെ തലകളെ ഉയർത്തി നോക്കുകയും. കൊയ്ത്തിനായിട്ട് വലിയ ഒരു വയൽ ഒരുങ്ങിക്കിടക്കുന്നു. ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, ബീഹാറില്, വിവിധ ഇടങ്ങളില് ആത്മാക്കൾ കൊയ്ത്തിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടിരിക്കുക. നമുക്ക് മുന്നമേ അവിടെ അനേക മിഷണറിമാരെ ദൈവം അയച്ചു. അവരവിടെ കൊയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അവരിൽ നിന്ന് വിതയ്ക്കപ്പെട്ടതായ വിത്തുകളൊക്കെയും ഇന്ന് ആ ദേശങ്ങളില് ഭാഗമായി നിൽക്കുകയാണ്. അവരെ ചേർത്ത് കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം അനേകം മിഷണറിമാരെ അവിടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ അനേക പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അതിനായി കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ, ടീമിനെ ദൈവം ഉപയോഗിക്കട്ടെ. ആ ദേശത്ത് അനേക പ്രിയപ്പെട്ടവരെ ആത്മീയ കണ്ണു തുറക്കുവാൻ വേണ്ടി ചിലർ തലകളെ ഉയർത്തി നോക്കുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, നല്ല വചനചിന്തകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. തുടർന്നും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി കർത്താവാക്കി വെക്കുന്ന ഇടങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം, ഈ ചിന്തകൾ ഒരനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേൾക്കാവുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony
2020@gmail.com.